ഹൈ ക്വാളിറ്റി അലുവ കഷ്ണം പോലത്തെ വണ്ടി അല്ലേ? ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഇത് ഡോക്ടറെ മറ്റേ എംബ്ലോ ഇത് ഒറിജിനൽ തന്നെയാ ഡോക്ടറെ? അതിലെന്താ കാര്യമുള്ളത്? എത്ര കൊടുക്കുക ഇത്? കൊടുക്കുന്നതല്ല, മൈലേജിന്റെ കാര്യത്തില് ഒരു പുലിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി 20ന്റെ മേലെ കിലോമീറ്റർ മൈലേജ് ഡീസൽ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് ഓണർ വണ്ടിയാണ്, ZDI ആണ്. ഈ ചില ആൾക്കാര് ഞാൻ പറയാം, ചില ആൾക്കാര് ഈ ഓട്ടോമാറ്റിക്കല് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നുണ്ട്. ഓൽക്ക് പറ്റിയ വണ്ടി അല്ല? ഓക്കെ. എക്സ്പ്രസോ മാർക്കറ്റില് എങ്ങനെ വെച്ചാല്, അതായത് ആൾക്കാർ കൂടുതൽ ഈ വണ്ടിനെ ചോദിക്കുന്നുണ്ട്. അതെന്താ ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. മാർക്കറ്റ് വെച്ചാല് ലേഡീസിനൊക്കെ നല്ല കംഫർട്ട് ആണ്. അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. പിന്നെ ചെറിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ പോകുന്ന ഗ്യാപ്പിലൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ കഴിയും. പിന്നെ മൈലേജും ഉണ്ട്, പിന്നെ നല്ല ഹൈറ്റും ഉണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും 3 മാസത്തിന് ശേഷം നമ്മുടെ വെട്ടിച്ചിറയിലെ കാർലക്സ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്നാള് ചെയ്ത വണ്ടികൾ ഒരു പീസില്ല, ഒക്കെ പുതിയതാണ്. 7 സീറ്ററിൽ ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ എർട്ടിക 2 പീസ് ഉണ്ട് കേട്ടോ. എർട്ടിക കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വാഹനമാണ്, അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ 10 പീസ് എണ്ണാണ് ഉള്ളത്. അതായത് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, നേവി കളർ ഉണ്ട്. വൈറ്റിൽ തന്നെ ഒരു 4-5 പീസ് ഒക്കെ ഉണ്ട്. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ളതുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാരുതിന്റെ വാഗണർ ഓട്ടോമാറ്റിക് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. 2 പീസ് ഒന്നും ഉണ്ട്. അതുപോലെ തന്നെ മാനുവൽ ഉണ്ട്. പിന്നെ എക്സ്ക്രോസ്, ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, ഓരോ വണ്ടികളായിട്ട് നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഇതിന്റെ ഓണറാണ്, യാസിർ ഭായ് ആണ്. യാസിർ ഭായ് എന്തൊക്കെയുണ്ട്? നന്നായി ഇരിക്കുന്നത്. കച്ചവടം എന്തുപാട്? കുഴപ്പമില്ല, മോശമൊന്നുമില്ല. ഓണത്തിന് എന്തെങ്കിലും ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പിന്നെ മാക്സിമം വില കുറച്ചിട്ട് തന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കല്ലേ? നിങ്ങളെ ഇവിടുത്തെ വണ്ടികളൊക്കെ ക്വാളിറ്റി ഒക്കെ എന്തുപാട്? മോഡൽ കൂടിയ വണ്ടിയല്ലേ നമ്മൾ എടുക്കുന്നത്, ഓട്ടം കുറഞ്ഞത്, പിന്നെ ക്വാളിറ്റി കൂടിയ വണ്ടികൾ തന്നെ. ഓട്ടോമാറ്റിക് വണ്ടികൾ കുറെ ഉണ്ട്, കൂടുതലുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് 2-3 വണ്ടിയുണ്ട്. പിന്നെ നല്ല ഫാൻസി നമ്പറുള്ള കുറെ വണ്ടികളുണ്ട്. ഉണ്ട് അല്ല? ഓക്കെ. മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മൾ കൂടുതലും ഇവർ ചെയ്യുന്നത്. മോഡൽ കൂടിയ വാഹനങ്ങളാണ് കേട്ടോ. മോഡൽ കുറഞ്ഞ വണ്ടികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇല്ലാതിരിക്കില്ല, ഉണ്ടാവും, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ വാഹനങ്ങൾ നല്ല ക്വാളിറ്റി, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ഒട്ടുമിക്ക വണ്ടികൾ അങ്ങനെയാണ്, എല്ലാ വണ്ടിയല്ല, 90-95% നമ്മൾ സിംഗിൾ ഓണർ വണ്ടി. അതെ. പിന്നെ 23-24 ഇയർ വണ്ടികളൊക്കെയാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ ഇവിടെ മുമ്പ് 3-4 വീഡിയോ ചെയ്തിന്. എല്ലാ വ്ളോഗിലും ഈ 2-3 വണ്ടിയൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് വണ്ടി എടുത്ത് നല്ല റെസ്പോൺസ് ഉണ്ട്. എന്താ വെച്ചാല് ഇവിടെ നമ്മളിപ്പോ പല ഭാഗത്തൊന്നും വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഓൽക്ക് ഇവിടെ വരാൻ എത്തിപ്പെടാനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വണ്ടി എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ പൈസ പോകും. അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത് എന്താ വെച്ചാല്, ഈ ഒരു ഷോറൂമിലേക്ക് നിങ്ങൾ എവിടുന്ന് വന്നാലും നിങ്ങൾ വണ്ടി ആയിട്ടേ പോവുള്ളൂ, അത് ഉറപ്പാണ്. ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. പിന്നെ യാസിർ ഭായ്, ഇത് വേറെ പറയാനുണ്ടോ പ്രഷറോട്? ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ അത്രയും ലോങ് നോക്കി വരുമ്പോ പറഞ്ഞ കണ്ടീഷൻ ഇല്ല എന്നുള്ള ഒരു വിഷമമുണ്ടോ ആൾക്കാർ, അങ്ങനെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ നമ്മുടെ യാർഡിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടാവില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ടേ തരുള്ളൂ. അങ്ങനെ ഉള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. കസ്റ്റമർ എടുക്കുന്നൊക്കെ നല്ല വണ്ടികൾ നോക്കിയിട്ടാ എടുക്കുക. നല്ല വണ്ടികൾ എടുത്താലേ നല്ല വണ്ടികൾ കൊടുക്കാൻ പറ്റുള്ളൂ, കസ്റ്റമറെ ബിൽഡപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ല? ഓക്കെ. അപ്പോ യാസിർ ഭായ്, ഇത് പ്രേക്ഷകരോട് എങ്ങനെയാണ് ലൊക്കേഷൻ പറയേണ്ടത്? ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ, ഇപ്പൊ ബസ്സിനൊക്കെ കയറി വരികയാണെങ്കിൽ വെട്ടിച്ചിറ ടോളിൽ ഇറങ്ങിയാൽ മതി. പിന്നെ ബാക്കോട്ട് 1 കിലോമീറ്റർ ജസ്റ്റ് ഒരു ഓട്ടോ പിടിക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ ആദ്യം മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമ്മൾ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരും. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും ടോളിന്റെ അവിടെ ഇറങ്ങാം. ബസ്സിന് വരികയാണെങ്കിൽ എല്ലാ വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ടോളിന്റെ അവിടുന്ന് സർവീസ് റോഡിന് ഇറങ്ങണം. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിൽ വിളിച്ചോളൂ കേട്ടോ. പിന്നെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവർ അയച്ചു തരും. അപ്പോ യാസിർ ഭായ് എങ്ങനെയാണ് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? പ്രേക്ഷകർ ഒന്ന് കാണിട്ട്. ഓക്കെ. വില ഇവിടെ ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ കണ്ട് ചെക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില കുറച്ച് തരും. പിന്നെ മാക്സിമം ഫുള്ളി ലോണിൽ കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ? ഉണ്ട്. അപ്പോ പിന്നെ നമുക്ക് 2 വീലറിന് എക്സ്ചേഞ്ച് വേണമെങ്കിൽ കാറുമേ എക്സ്ചേഞ്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. 2 വീലറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. ചെയ്യാം. ഓക്കെ. അപ്പോ
സമയങ്ങളെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇഗ്നീസ് കാണിച്ചു കൊടുക്കാം അല്ലെ. ഇഗ്നീസ് ഒരു നേവി കളറിലാണ് വരുന്നത്. എങ്ങനെയാണ് മോഡൽ തന്നെ? 2023 മോഡല്. 2023 മോഡലാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. ഓക്കെ, പെട്രോൾ ആണ്. ഈ ഓട്ടോ 30 ചോട ഓടിയിട്ടുണ്ട്. ആകെ 30,000 ഉള്ളിൽ 30,000 ഉള്ളിൽ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നല്ല ഫിറ്റിംഗ്സും ഉണ്ട്. ബേസ് മോഡൽ ആണെങ്കിലും നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. KL52 പട്ടാമ്പി റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടച്ചപ്പ് കയറാത്ത വണ്ടി. ടച്ചപ്പ് ഒന്നും കയറിയില്ല. 0 ക്ലെയിം, 100% ഗ്യാരണ്ടി. ഓക്കെ, ഒരു റീപ്ലേസ് ടച്ചപ്പ് പോലും കേറിയിട്ടില്ല. പിന്നെ റീപ്ലേസിന്റെ കാര്യം പറയണ്ടല്ലോ. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 565 കൊടുക്കാം. 565 കൊടുക്കാം. ആ ചോദ്യം നോക്കണ്ട, നമുക്ക് നിങ്ങളെ കസ്റ്റമർ ആകുമ്പോ മാക്സിമം ചെയ്തിട്ട് കൊടുക്കും. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കാം. കൊടുക്കും. ഓക്കെ, എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും. 50 ഉറുപ്പിക മതിയോ അല്ലെ? ഓക്കെ, അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ ഹൂണ്ടായിന്റെ ഐട്ടൺ ഓട്ടോമാറ്റിക് ആസ്റ്റ, ഏറ്റവും ഫുൾ ഓട്ടോമാറ്റിക് ആസ്താണ്, ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ടിൽ വരുന്നുണ്ട്. അലോയില് എല്ലാം വരും. എല്ലാ സെറ്റപ്പും വരുന്നുണ്ടല്ലോ. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി എന്നല്ല, ഇവിടെ ഉള്ള ഏകദേശം എല്ലാ വണ്ടികളും നല്ല വൃത്തിയില് ഇവര് വെച്ചിട്ടാണുള്ളത്. പിന്നെ ഇത് മോഡൽ എത്രയാണ് വരുന്നത്? 2016 ഓട്ടോമാറ്റിക് ആസ്റ്റ വേരിയന്റ് പെട്രോൾ. എത്രയാണ് ഓട്ടം? ഇത് ഓട്ടം വരുന്നത് 40,000 ഓടിയിട്ടുണ്ട് അല്ലെ. റീപ്ലേസ് ഒന്നുമില്ല, ഒരു മാറിയില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 460 കൊടുക്കാം. ഫൈനൽ 460 ഫൈനല്. അതിൽ എന്തെങ്കിലും താഴത്ത് പോരോ? നോക്കാം, കസ്റ്റമർ വന്നിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സ്പ്രസോ മാർക്കറ്റില് എങ്ങനെ വെച്ചാല്, അതായത് ആൾക്കാർ കൂടുതൽ ഈ വണ്ടീനെ ചോദിക്കുന്നുണ്ട്. അതെന്താ ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. മാർക്കറ്റ് വെച്ചാല് ലേഡീസിനൊക്കെ നല്ല കംഫർട്ട് ആണ്. അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. പിന്നെ ചെറിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ പോകുന്ന ഗ്യാപ്പിലൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ കഴിയും. പിന്നെ മൈലേജും ഉണ്ട്, പിന്നെ നല്ല ഹൈറ്റും ഉണ്ട്. ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ക്ലിയറൻസ് ഉണ്ട്. അത് നല്ല ലേഡീസ് നല്ലോണം കൊണ്ടുപോകുന്നുണ്ടല്ലേ. ഇത് ഈ ഡബിൾ കളറിൽ കമ്പനിയിൽ വന്നതാ? RC ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് മോഡൽ തന്നെ? 2022 മോഡൽ. 22 മാനുവലാ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. എത്ര? VXI പ്ലസ് ആണ് കേട്ടോ. VXI പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. പ്ലസ് എന്ന് പറയുമ്പോ ഫുൾ അല്ലേ ഓപ്ഷൻ? മാനുവലില് ഫുൾ ഓപ്ഷൻ. ഓട്ടോ എങ്ങനെയാണ്? 9,000 ഓടിച്ചുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 465 ചോദിക്കുന്നത്. ചെയ്യാം, മാക്സിമം 465 ചോദിക്കേണ്ട വില പിന്നെയും താത്തി കൊടുക്കും. അപ്പൊ ബാനാൻ വിളിച്ചോ. ഇവിടെ ഒരു ആൾട്ടോ കേട്ടണ ഇതേതാ? ഇത് കേട്ടണ എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇത് ഡിക്ക് റീപ്ലേസ് ഉണ്ട്. 2015 മോഡലാണ്. ഇതൊരു ഓൺ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ 2015 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1,00,000 അടുത്ത്. 1,00,000 അടുത്ത് ഓടി. ഇത് ഓപ്ഷൻ വരുന്ന VXI ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ഒരു 280 കൊടുക്കാം. ആ എമൗണ്ട് ചിലപ്പോൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ളി ലോണിൽ കൊടുക്കാലോ. ഇതിന്റെ ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. ഫ്രണ്ടിലൊന്നും തട്ടിയിട്ടൊന്നുമില്ല, ബാക്കിൽ എന്തോ തട്ടിയതാണ്. അപ്പൊ ഡിക്കാണ് റീപ്ലേസ് ഉള്ളത്. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഡീസൽ വണ്ടി അല്ല. ഇതെങ്ങനെയാണ് മോഡല്? 2010 മോഡൽ. 10 മോഡൽ. ഓക്കെ, മോഡൽ വണ്ടിയാണ്. മോഡൽ കുറഞ്ഞതാണ്. മോഡൽ കുറഞ്ഞ പുതിയ പേപ്പറിൽ നമുക്ക് 215 കൊടുക്കാം. 215 പുതിയ പേപ്പറിൽ കൊടുക്കാം. പേപ്പർ എടുത്തിട്ട് ആണ് കൊടുക്കാം. എന്നത് റീപ്ലേസ് ഉണ്ടോ? ഇല്ല. നല്ല വണ്ടി. നല്ല സൂപ്പർ വണ്ടി. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാ ഓടാം. വണ്ടി ക്വാളിറ്റി ആണ് അല്ലെ. 210 ചോദിക്കണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒരു കിഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ 2019 മോഡല്. എത്ര വണ്ടി? 60 ഓട്ടോ ഉണ്ട് അല്ലെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഓക്കെ, നമുക്ക് 275 കൊടുക്കാം. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണല്ലോ, ചെയ്യാനൊന്നുമില്ല. അത്ര തന്നെ ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കാ മാനുവൽ? മാനുവൽ 2016 മാനുവൽ വാഗനർ ആണ്. 2016 മോഡൽ. ഓപ്ഷൻ ഏതാ? VXI. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1,00,000 അടുത്ത് ഓട്ടോ ഉണ്ട്. 1,00,000 ഓടിയിട്ടുണ്ട്. തട്ടുമുട്ടൊന്നുമില്ല. 340 കൊടുക്കാം. എത്ര? 340 കൊടുക്കാം. 2016 VXI ആണ്. 340 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. ഇത് ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. ഇത് എങ്ങനെയാണ്? 2016 മോഡൽ. ഡീസലാണ്. ഡീസൽ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്.
110 ഓടിയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് VDI. റീപ്ലേസ് ഒന്നുമില്ല. ബോഡിമേ ടച്ചപ്പ് ഉണ്ട്, മാന്യമായ കുറവുണ്ടാവും അതിനാൽ തന്നെ. ഓക്കെ 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 490 നമ്മൾ ചോദിക്കുന്നത്. ചോദ്യം നോക്കണ്ട, മാക്സിമം നമ്മള് റേറ്റ് കുറച്ച് കൊടുക്കും, താത്തി കൊടുക്കും അല്ലെ. അതായത് ഈ റീപെയിന്റ് കയറിയത് തന്നെ റീപ്ലേസ് ഉണ്ട്, റീപ്ലേസ് ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, തട്ടുമുട്ട് പെരക്ക് ഒന്നുമില്ല. അപ്പോ 490 ചോദിക്കുന്നുണ്ടെങ്കിൽ വില താത്തി തരും. ഇത് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുമോ? മാക്സിമം നോക്കാം, മാക്സിമം ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റുമല്ല. ഇവിടെ പുതിയ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗണറാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇതേ മോഡൽ എങ്ങനെയാണ്? 2019 മോഡല്. 19 മോഡലാണ്. 40,000 ഓടിയ 1000 cc വണ്ടി. 1000 cc ആണ്. മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ? മൈലേജ്. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർ. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ല. തട്ടുമുട്ട് പെരക്ക് റീപ്ലേസ് ഒന്നുമില്ല. എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്, ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്ര ആസ്ക്? 5,20 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊടിച്ചു കൊടുക്കും. ഓക്കെ, വാഗണറിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നത് വാനാണ്. ഇത് മോഡൽ എങ്ങനെയാണ്? 2018 മോഡൽ. 18 മോഡലാണ്. മോഡൽ കൂടി വണ്ടി അല്ല. സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ ഓടിയ VXI ഓട്ടോമാറ്റിക്. 60 ഓടിയിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? 4,60,000. 460 ചോദിക്കുന്നുണ്ട്, വില താത്തി കൊടുക്കും. ഓക്കെ, 2018 VXI ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 460 ചോദിക്കുന്നുണ്ട്, വില താത്തി തരും കേട്ടോ. എങ്ങനെയാണ് മോഡൽ? 2019 മോഡല്. 19 മാനുവൽ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60,000. 60 ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ തന്നെ VXI ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലോ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? 490 കൊടുക്കാം. 490. 2019 മാനുവൽ വണ്ടി. ഓക്കെ, ഓപ്ഷൻ വരുന്ന VXI ആണ്. വാണം വിളിച്ചോ. നല്ലൊരു അടിപൊളി റയർ പീസാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഡിസൈർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? 2016 മോഡൽ. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ZDI. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഓട്ടത്തിനുണ്ട് 60,000. നിങ്ങൾ പറഞ്ഞിരിക്കുന്നല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ? എത്ര കൊടുക്കരുത്? റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ കഷ്ണം പോലത്തെ വണ്ടി അല്ലേ? ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഇത് ഡോക്ടറെ മറ്റേ എംബ്ലോ ഇത് ഒറിജിനൽ തന്നെയാ ഡോക്ടറെ? അതിലെന്താ കാര്യമുള്ളത്? എത്ര കൊടുക്കരുത്? ഇത് കൊടുക്കുന്നതല്ല, മൈലേജിന്റെ കാര്യത്തില് ഒരു പുലിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി 20ന്റെ മേലെ കിലോമീറ്റർ മൈലേജ് ഡീസൽ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് ഓണർ വണ്ടിയാണ്, ZDI ആണ്. ഈ ചില ആൾക്കാര് ഞാൻ പറയാം, ചില ആൾക്കാര് ഈ ഓട്ടോമാറ്റിക്കല് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നുണ്ട്. ഓൾക്ക് പറ്റിയ വണ്ടി അല്ല? ഓക്കെ, പറഞ്ഞോളൂ. ഇത് നമുക്ക് 5.25 ചോദിക്കുന്നുണ്ട്. മാക്സിമം എന്താ വെച്ചാല് പിന്നെ ചെയ്യാം. 5.25 നിങ്ങൾ ചോദിക്കുന്നത്, വില താത്തി കൊടുക്കും അല്ലെ? ഓക്കെ. ഒരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, ഇന്നോവ ക്രിസ്റ്റ ആണ്. കുറെ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയിട്ടുണ്ടല്ലോ ഇതില്. ഇത് എങ്ങനെയാണ് മോഡല്? 2017 മോഡൽ. 17 മോഡല്. G4 മാനുവൽ വണ്ടി. ഓക്കെ, ഇത് 60 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂനാ? റയർ സാധനം. ടാക്സി വണ്ടി അല്ല, അത് ഡൽഹിയിലെ ടാക്സി ഓടിയ വണ്ടിയല്ല, പ്രൈവറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇനി ഇവിടെ സിംഗിൾ ഓണർ തന്നെയാണ്. നമ്പർ ആക്കിയിട്ട് നമുക്ക് 14 ലക്ഷം ചോദിക്കുന്നുണ്ട്. നല്ലൊരു കുറവിന് ആക്കി കൊടുക്കാം. 14ന്റെ താഴത്ത് പോവോ? ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, കളർ. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? 2023 മോഡൽ. 23 മോഡൽ തന്നെ. ഏകദേശം വണ്ടി ഈ സ്വിഫ്റ്റ് കാറൊക്കെ 22, 23 ഉള്ള വണ്ടികളാണ് കൂടുതൽ. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 37 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. ഏതാ ഓപ്ഷൻ തന്നെ? VXI ആണ്. സിംഗിൾ ഓണർ വണ്ടി അല്ല? ഓക്കെ, ഇത് എത്ര കൊടുക്കാം? ഇത് 7.25 ചോദ്യം നോക്കണ്ട, മാക്സിമം കുറച്ചിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കും അല്ലെ? നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും പൊട്ടിച്ചു തരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. പിന്നെ ഇവിടെ ഒരു വൈറ്റ് കളർ കൂടി നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2022 VXI ഓട്ടോമാറ്റിക് വണ്ടി. VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ കാണിച്ചത് മാനുവൽ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 30,000 30 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഓപ്ഷൻ വരുന്നത് VXI പെട്രോൾ വണ്ടിയാണ് അല്ല? ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7 ലക്ഷത്തിന് കൊടുക്കാം. 7 ലക്ഷം ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതൽ ചോദിക്കുന്നത് അല്ല? വില കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ ബാണ വിളിച്ച് ഈ വൈറ്റ് കളർ ഒന്ന് കാണിച്ചു കൊടുക്കാം.
ഇത് എത്രയാണ്? 2023 മോഡൽ. 23 തന്നെ മോഡൽ തന്നെ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 32,000 ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ എന്നത് VXI അല്ലെ? VXI പെട്രോൾ വാഹനമാണ്, മാനുവൽ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7.5 ലക്ഷം തന്നെ ചോദിക്കുന്നുണ്ട്. 7.5 ചോദിക്കുന്നുണ്ട്. 19 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ഇതാണ്ട് മാക്സിമം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെ? വണ്ടി എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റാണ്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതൊക്കെ റീപെയിന്റ് കയറിയിട്ടുണ്ടാവോ? ചെറിയ ഈ ബമ്പറിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, അല്ലാതെ റീപ്ലേസ് ഇല്ല. ഓക്കെ. അപ്പൊ ആവശ്യം കണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ ഒരു സിൽവർ കളറിൽ വരുന്ന സ്വിഫ്റ്റ്, ഇതെങ്ങനെയാണ്? 22 മോഡൽ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 20,000 കിലോമീറ്റർ. 20 ഓടിയിട്ടുള്ളൂ. ആകെ 20 ഓടിയിട്ടുള്ളൂ. പിന്നെ കമ്പനി സർവീസ് ഹിസ്റ്ററി ആയിട്ടുള്ള വണ്ടി അല്ലെ? ഓപ്ഷൻ വരുന്നത് VXI പെട്രോൾ വാഹനമാണ്. ഓണറൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അല്ലെ? വേറെ റീപ്ലേസ് ഇല്ല. എത്ര ഇത് ആസ്കി? 6.25 കൊടുക്കുക. കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. മാക്സിമം ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലെ? ഓക്കെ. അപ്പൊ ബാണാൻ വിളിച്ചോ. ഇത് ഒരു നേവി കളർ. നമുക്ക് ആദ്യം റെഡ് കാണിച്ചു കൊടുക്കാം അല്ലെ? ഇത് തന്നെയാണ് മോഡല്? 2023 മോഡൽ. 23. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? 30,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലെ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനം. ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. ഓക്കെ. വണ്ടി എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് അല്ലെ? പുതിയ വണ്ടിയല്ല, പിന്നെ ഒന്നും നോക്കാനില്ല. ഈ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഓക്കെ. എത്ര ഇത് ആസ്ക്? നമുക്ക് 7.25. 7.25 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ഇത് ഓപ്ഷൻ വരുന്നത് VXI ആണ് അല്ലെ? ഒരു പെട്രോൾ വാഹനമാണ്. 7.25 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. വില കുറയൂലേ? മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. ഇവിടെ ഒരു നേവി കളർ, ഇതും പെട്രോൾ വണ്ടിയാണ്. ഇത് 2019 ZXI പ്ലസ്. ZXI ആണ് കേട്ടോ. ഏറ്റവും ഏറ്റവും ടോപ്പാണ്. ഓക്കെ. പുഷ്പ സ്റ്റാർട്ട്, പിന്നെ അലോയ്സ്, അതുപോലെ തന്നെ DR ലൈറ്റ്, ഇതൊക്കെ വരുന്നതല്ല. അതിന്റെ പുറമെ 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്വൂഫർ, നല്ല സെറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. കുറെ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയ ഒരു വാഹനമാണ് കേട്ടോ. എത്ര ഓടിയിട്ടുള്ള വണ്ടി? ഇത് 70,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിള്. നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി നമ്പർ, നല്ല അടിപൊളി ഫാൻസി നമ്പറാണ്. ഇത് കാസർഗോഡ് ആണ് കേട്ടോ. KL14 റൈസിൽ വരുന്ന നമ്പർ, ഫാൻസി ആണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.25 ലക്ഷം. 6.25 കൊടുക്കല്ലേ? വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് കൊടുക്കും. ഓക്കെ. 10-50 റുപ്യ കണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ? നോക്കാം. ഓക്കെ. ചെറിയ ബഡ്ജറ്റില് ഒരു 7 സീറ്റർ, അതും എർട്ടിഗയിലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2012 മോഡൽ VDI. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 1,20,000. 1,20,000 ഓടിയിട്ടുണ്ട് അല്ലെ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മോഡൽ പഴയ വണ്ടി ആണെങ്കിലും റീപ്ലേസ് ഇല്ല. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാർക്ക് എടുത്താൽ മതി. അത്ര നല്ല മെക്കാനിക്കുള്ള വണ്ടി, നല്ല മെക്കാനിക്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് അല്ലെ? ഒന്നും ചെയ്യാനൊന്നുമില്ല. എടുക്കുന്ന ആൾക്ക് തന്നെ അടിച്ചാൽ ഓടാം. എത്ര കൊടുക്കുക ഇത്? 3.90 ചോദിക്കുന്നുണ്ട്. മാക്സിമം ചെയ്ത 3.90 ചോദിക്കുന്നത്. വില പൊട്ടിച്ചു കൊടുക്കും അല്ലെ? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ലൊരു അടിപൊളി ഇറ്റിയോസ് ലിവ, അതും 2 കളറിൽ വരുന്ന വണ്ടി. ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഡീസൽ ആണ്. ഇത് എത്രയാണ് മോഡൽ വരുന്നത്? 2017 മോഡൽ VXD. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഓക്കെ. കളർ. ഇത് 1.5 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉള്ള, കറക്റ്റ് മെയിൻ്റെനൻസ് ഉള്ള വണ്ടിയാണ്. 1.5 ഓടിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ടൊയോറ്റന്റെ ടേസ്റ്റ് ഒക്കെ ഉള്ള ആൾക്ക് പിന്നെ വലിയൊരു കാര്യമല്ല ഈ ഓട്ടോ ഒക്കെ. ഇത് 10 ലക്ഷം കിലോമീറ്റർ വരെ ഓടും അല്ല? ഇത് പിന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഡിക്ക് ഉണ്ട്. റീപ്ലേസ് ഉണ്ട് അല്ല? ഡിക്കും ഡോറും റീപ്ലേസ് അല്ല? ഡിക്ക് മാത്രം. ഡിക്കിന്റെ മറ്റേ ഡോറ്. ഓക്കെ. അതാണ് റീപ്ലേസ് ഉള്ളത്. വേറെ മേജർ തട്ടുമുട്ട് വരുന്നൊന്നുമില്ല അല്ല? ഈ ഫ്രണ്ട് ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ബോണറ്റ് റീപ്ലേസ് ഇല്ലാതൊന്നും പേടിക്കാനൊന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ ഇതിന്റെ? ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി അല്ല? 6.90 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള എർട്ടിക വണ്ടി അല്ല? ഇത് മോഡൽ എങ്ങനെയാണ്? 2023 മോഡൽ VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 50 ചില്ലാണ്. 60 അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലെ? സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കമ്പനി സർവീസ് തന്നെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ. വേറെ തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത് വില? ഇത് 10,30,000. 10.30 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ഇത് ഓൺ ദ റോഡൊക്കെ എത്ര വരുന്നുണ്ട്? 12 സംതിങ്. ഒരു
സെക്കൻഡ് വണ്ടിയായിട്ട് എടുക്കുന്ന ആൾക്ക് ഒരു മാക്സിമം ഒരു 1-2 ലക്ഷം റുപ്യന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. എസ് ക്രോസ് നോക്കാം. ഇതെങ്ങനെയാണ് മോഡല്? 2018 മോഡല്. 18 മോഡലാണ്. സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ ആയത്? ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ? മൈലേജ് കിട്ടും, നല്ല ബിൽഡപ്പ് ഉള്ള വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 50,000 കിലോമീറ്റർ. 50 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. എത്ര കൊടുക്കാം? ഇത് നമ്മള് 7.25 ചോദിക്കുന്നുണ്ട്. മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലെ? 2018 ഡീസൽ വണ്ടിയാണ്, എക്സ്പ്രോസ് ആണ്. ആകെ ഓടിയിട്ടുള്ളത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള മാരുതിന്റെ ബലേനോ ആണ്. 2024 മോഡൽ വണ്ടിയാണ്. 24 മോഡൽ. എത്ര മാനുവൽ? ഏറ്റവും ഫുൾ ലോഡ്. മാനുവൽ വണ്ടി അല്ല? മാനുവൽ വണ്ടി. എത്ര ഓട്ടം ഉള്ളത്? ഇത് ഓടിയിട്ടുള്ളത് 18 സംതിങ്. 18 ചില്ലർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല. ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർ ആണ്. ഇതെന്താണ് ഈ ഡോക്ടർ ആംബ്ലോ ഒക്കെ കാണുന്നുണ്ടല്ലോ? ഡോക്ടർ വണ്ടിയാണ്. ഡോക്ടർ വണ്ടിക്ക് ഡോക്ടർ ആംബ്ലോ ഉണ്ടാവുമല്ലോ, ഡോക്ടർ ഇതാക്കിയ വണ്ടിയാണ്. അല്ല, നിങ്ങൾ വെറുതെ ഓടിച്ചൊന്നുമല്ലോ? അല്ല, അതിനെന്താ കാര്യമുള്ളത്? അത് കാര്യമില്ലല്ലേ? ഓക്കെ. ഇത് 360 ക്യാമറ, പിന്നെ ഡിഫോഗർ എല്ലാം ഉള്ള. ഇത് കമ്പനിയിൽ നിന്ന് വരുന്നതാ? ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഓക്കെ, കമ്പനിയിൽ നിന്ന് എല്ലാ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9.45 ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വണ്ടി ഇന്ന് ഡെലിവറി ചെയ്തു. 2024 വണ്ടി. ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്തതാണ്. അത് നമ്മൾ കൊടുത്തത് അതിലും കുറച്ചിട്ടാണ്. ഓക്കെ. 10,000 കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതും മാക്സിമം കുറച്ച് കൊടുക്കില്ല. 9.45 നിങ്ങൾ ചോദിക്കണേ. നമുക്കിപ്പോ 8.5 ലക്ഷം വരെ ലോൺ കിട്ടിയത് ആ കസ്റ്റമർക്ക്. അതിന് കിട്ടിയാണ്. അതേ റേഞ്ചിൽ ഇതും ലോൺ ആക്കി ഫുൾ ഏകദേശം മാക്സിമം ചെയ്ത് കൊടുക്കും ലോണിൽ തന്നെ. ഇത് ഓൺ ദ റോഡൊക്കെ എത്ര വരുന്നുണ്ട് പുതിയതിന്? 11 സംതിങ് വരുന്നുണ്ട്. ഓൺ ഓഫർ ആയിട്ട് എന്താ ഒരു 10-25,000 രൂപന്റെ ഇതുണ്ട്. എന്തായാലും ഒരു 15ന്റെ അടുത്ത് വരും. മാത്രല്ല അത് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ എക്സ്റ്റന്റ് വാറന്റി മറ്റെല്ലാം പറഞ്ഞിട്ട് ഇത് ഓപ്ഷൻ ടോപ്പ് ഓപ്ഷൻ ആണ്. 11 സംതിങ് ഓൺ ദ റോഡ് വരുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല. വിറ്റര ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു റയർ പീസാണ് കേട്ടോ. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള പീസാണ്. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? 2018 മോഡൽ. ഓപ്ഷന് ഫുൾ ഓപ്ഷന് ZD ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. സ്റ്റോക്ക് അലോയ് മാറ്റിയിട്ട് അടിപൊളി അലോയ് ഒക്കെ ഇട്ടിട്ട്. കമ്പനി അലോയ് മാറ്റിയിട്ട് എക്സ്ട്രാ അലോയ് കയറ്റിയിട്ടുണ്ട്. വേറെ കമ്പനി സർവീസുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 9.25 കൊടുക്കാം. 9.25 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലെ? ഉള്ളിൽ നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. പിന്നെ മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? ഇതൊരു 6.5-7 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ.